നമ്മുടെ പാലക്കാട് സുൽത്താൻ പേട്ടയ്ക്ക് ഒരു തകർപ്പൻ ചരിത്രമുണ്ട്. വർഷം 1766. ടിപ്പു സുൽത്താന്റെ പിതാവ് ഹൈദരലി പാലക്കാട് കോട്ട കെട്ടിപ്പൊക്കിയ കാലം. പാലക്കാട് രാജാവായിരുന്ന ശേഖരി വർമ്മയുടെ സഹായ അഭ്യർത്ഥന പ്രകാരം ഹൈദരലി പാലക്കാട്ടേക്ക് സൈന്യവുമായി എത്തി. തുടർന്ന് സൈനിക ആവശ്യങ്ങൾക്കായി ഇന്നത്തെ പാലക്കാട് കോട്ട, അതായത് ടിപ്പു സുൽത്താൻ കോട്ട നിർമ്മിച്ചു. കോട്ടയിലെ സൈനികർക്കും പ്രദേശവാസികൾക്കും ആവശ്യമായ സാധന സാമഗ്രികൾ എത്തിക്കുന്നതിനായി കോട്ടയ്ക്ക് തൊട്ടടുത്തായി ഒരു വലിയ കച്ചവട കേന്ദ്രം രൂപപ്പെട്ടു. ഹൈദരലിയുടെയും പിന്നീട് ഭരണമേറ്റെടുത്ത ടിപ്പു സുൽത്താന്റെയും കാലത്ത് സജീവമായ ഈ അങ്ങാടി കാലക്രമേണ സുൽത്താൻ പേട്ട എന്നറിയപ്പെടാൻ തുടങ്ങി. 18-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിൽ നിന്ന്, പ്രത്യേകിച്ച് ഡിണ്ടിക്കൽ, തൃച്ചിരാപ്പള്ളി, തഞ്ചാവൂർ എന്നീ പ്രദേശങ്ങളിൽ നിന്ന് നിരവധി കുടുംബങ്ങൾ വ്യാപാരാവശ്യങ്ങൾക്കായും യുദ്ധ സാഹചര്യങ്ങൾ മൂലവും പാലക്കാട്ടേക്ക് കുടിയേറി പാർത്തു. സുൽത്താൻ പേട്ടയിലെയും പരിസരങ്ങളിലെയും പ്രകൃതി സഹജമായ വ്യാപാരാന്തരീക്ഷം തമിഴ് മലയാള സംസ്കാരങ്ങളുടെ മനോഹരമായ ഒരു സമന്വയത്തിന് വഴിവെച്ചു. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായപ്പോൾ കോയമ്പത്തൂരിലേക്കുള്ള പ്രധാന കണക്ടിവിറ്റി പോയിന്റായി സുൽത്താൻ പേട്ട മാറി. ചുരുക്കത്തിൽ പാലക്കാട് കോട്ടയുടെ നിർമ്മാണവും അവിടെയുണ്ടായിരുന്ന സൈനിക സാന്നിധ്യവുമാണ് സുൽത്താൻ പേട്ട എന്ന ഇന്നത്തെ പ്രധാന വ്യാപാര കേന്ദ്രത്തിന്റെ ജനനത്തിന് കാരണമായത്. സുൽത്താൻ പേട്ടയെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന ചരിത്ര വസ്തുതകൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക.